بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. تحفة المحتاج രണ്ടാം വാള്യം പേജ് 28. സുന്നത്ത് നിസ്കരിക്കുന്നവന് നിൽക്കൽ ഫർളില്ല, ഇരുന്നും നിസ്കരിക്കാം എന്നാണ് നാം പറഞ്ഞത്. വലിൽ മുതനഫിലി, സുന്നത്ത് നിസ്കരിക്കുന്നവന് ജായിസാണ്. ഖിറാഅത്തുൽ ഫാത്തിഹത്തി, ഫാത്തിഹ ഓതൽ ജായിസാണ്. ഫി ഹുവിയിഹി, അവൻ കുനിയുന്ന സന്ദർഭത്തിൽ. അപ്പൊ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഇരുത്തത്തിലാണ് ഫാത്തിഹ ഓതേണ്ടത്, നിന്ന് നിസ്കരിക്കുമ്പോൾ നൃത്തത്തിലും. എന്നാൽ അവൻ കുനിയുന്ന സന്ദർഭത്തിൽ അവന് ഫാത്തിഹ ഓതൽ ജായിസാണ്. വഇൻ വസല ലിഹദ്ദിർ റാക്കിഇ, റാക്കിഇന്റെ പരിധിയിലേക്ക് അവൻ എത്തിയാലും ശരി, അവിടെ വെച്ചും അവൻ ഓതാം എന്നാണ് ഫീമാ യദ്ഹുറു, ലാഹിറാകുന്ന അഭിപ്രായം. അതെന്താ റാക്കിഇന്റെ ഹദ്ദിൽ വെച്ചും ഓതാം എന്ന് പറയുന്നത്? ലിഅന്ന ഹാദാ, ഈ ഹദ്ദുർ റാക്കിഅ അഖറബു ലിൽ ഖിയാമി മിനൽ ജുലൂസി, ജുലൂസിനേക്കാൾ അത് ഖിയാമിലേക്ക് അഖറബാണ്. അപ്പൊ ഖിയാമിൽ ഓതാൻ പറ്റും, അതുപോലെ ഖിയാമിലേക്ക് അഖറബായ ഹദ്ദുർ റാക്കിഇലും ഓതാൻ പറ്റും. വമിൻ സമ്മ, അക്കാരണത്താൽ ജുലൂസിലേക്കാൾ അഖറബായതുകൊണ്ട് തന്നെയാണ് ലസിമ, ഈ ഹദ്ദുർ റാക്കിഇ നിർബന്ധമായത്. അൽ ആജിസ, ഖിയാമ് സാധിക്കാത്തവന് റുക്കൂഇന്റെ പരിധിയിലേക്ക് കുനിയാൻ പറ്റുമെങ്കിൽ അതെങ്കിലും നിർബന്ധമാണ് എന്ന് ഫർള് നിസ്കരിക്കുന്നവനെ കുറിച്ച് നേരത്തെ കമാ മറ മത്തിനിൽ നാം പറഞ്ഞതുപോലെ. അപ്പോ ഖിയാമിന് സാധിക്കാത്തവന് ഹദ്ദുർ റാക്കിഇ മതി. അതുപോലെ ഖിയാമിൽ ചെയ്യേണ്ടതായ ഖിറാഅത്ത് ഖിയാമിൽ ചെയ്യുന്നില്ലെങ്കിൽ ഹുവിയിൽ ഹദ്ദുർ റാക്കിഇലേക്ക് എത്തിയപ്പോ ചെയ്താലും മതി. അപ്പൊ അവിടെ ഒരു സംശയം ഉണ്ടാകും, ഹദ്ദുർ റാക്കിഇൽ ഖിറാഅത്ത് നിർവഹിച്ചാൽ ഇനി അവൻ റുക്കൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതാണ് പറയുന്നത്. നഅം, പക്ഷേ യംബഗി, അത്യാവശ്യമാണ്, ഇങ്ങനെ മനസ്സിലാക്കണം. അന്നഹു, നിശ്ചയമായും കാര്യം, ലാ യുഹ്സബു റുക്ഊഹു, അവന്റെ റുക്ഊഇനെ പരിഗണിക്കപ്പെടുകയില്ല. ഇല്ലാ ബിസിയാദത്തിൻ ഹിനാഇൻ ലഹു, അവൻ കൂടുതൽ കുനിഞ്ഞാലല്ലാതെ റുക്ൂ എണ്ണപ്പെടുകയില്ല. ബഅദ ഫറാഗി ഖിറാഅത്തിഹി, അവൻ ഫാത്തിഹ ഓത്ത് തീർന്ന ശേഷം കുറച്ചുകൂടി കുനിഞ്ഞാൽ മാത്രമേ റുക്കൂ ആയി പരിഗണിക്കപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അതെന്തുകൊണ്ടാണ് കുറച്ചുകൂടി കുനിയണം എന്ന് പറയുന്നത്? ലി അല്ലാ യൽസമ ഇത്തിഹാദു റുക്നൈൽ ഖിയാമി വർ റുക്ഊഇ, ഖിയാം എന്ന ഫർളും റുക്കൂ എന്ന ഫർളും ഇത് രണ്ടും ഒരുപോലെ ആവൽ വരാതിരിക്കാൻ വേണ്ടി, ലാസിമാവാതിരിക്കാൻ വേണ്ടി. ഇവിടെ ഖിയാം എന്ന ഫർളിന്റെ സ്ഥാനത്താണ് ഹദ്ദുർ റാക്കിഇ. ആ ഹദ്ദുർ റാക്കിഇൽ അവൻ ഫാത്തിഹ ഓതി. ഇനി അത് തന്നെ റുക്കൂമാക്കുകയാണെങ്കിൽ രണ്ടും ഒന്നാവും. അത് വരാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടി കുനിഞ്ഞാൽ മാത്രമേ റുക്കൂ ആയി പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നൊരഭിപ്രായം. എന്നാൽ വയഹ്തമിലു, അവിടെ മറ്റൊരു സാധ്യതയുണ്ട്. അന്നഹു, നിശ്ചയമായും കാര്യം, ലായുസ്തറത്തു ദാലിക, ആ സിയാദത്തുൽ ഇൻഹിനാ ഷർത്തില്ല. ബൽ,
പിന്നെയോ യക്ഫി മതിയാകും സിയാദത്തു തുമഇനീനത്തിൻ ബിഖസ്ദിഹി ഫാത്തിഹ ഓതി തീർന്ന ശേഷം, അഥവാ അവൻ ഹജ്ജുർ റാക്കിയയിലേക്ക് എത്തുമ്പോൾ കുനിച്ചിലാണ് ഫാത്തിഹ ഓതുന്നത്. ആ കുനിയുന്ന സന്ദർഭത്തിൽ ഫാത്തിഹ ഓതി തീർന്ന ശേഷം റുക്കൂ എന്ന ലക്ഷ്യത്തോടുകൂടെ അല്പം കൂടി തുമഇനീനത്തുണ്ടായാലും മതി. ബൽ യക്ഫി മതിയാകും സിയാദത്തു തുമഇനീനത്തിൻ കുറച്ച് കൂടുതൽ തുമഇനീനത്ത് ഉണ്ടായാൽ മതി ഫാത്തിഹ ഓതി തീർന്ന ശേഷം ബിഖസ്ദിഹി റുക്കൂവിന്റെ ലക്ഷ്യത്തോടുകൂടെ. അപ്പൊ കാഴ്ചക്ക് ഒരേ രൂപത്തിലാണ്, പക്ഷേ അവൻ മനസ്സുകൊണ്ട് റുക്കൂൾ ഉദ്ദേശിച്ചുകൊണ്ട് തുമഇനീനത്ത് ചെയ്താലും മതി എന്നും അഭിപ്രായപ്പെടാം. അങ്ങനെയും സാധ്യതയുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ ഖിയാമും റുക്കൂവും ഒരുപോലെയാവില്ലേ? ആ രണ്ട് ഫർളുകൾ ഒരുപോലെയാവില്ലേ എന്നൊരു സംശയം വരും. അതിന് മറുപടി വലാ ബുഅദ ഫീ ദാലികൽ ഇത്തിഹാദി, അത് രണ്ടും രൂപത്തിൽ ഒരുപോലെയാകുന്നതിൽ ഒരു ബുഅദുമില്ല, അത് കാര്യമാക്കേണ്ടതില്ല. അലാ തറ, നീ കാണുന്നില്ലേ, അന്നൽ മുസല്ലി ഖായിദൻ നഫ്ലൻ, ഇരുന്നു കൊണ്ട് സുന്നത്ത് നിസ്കരിക്കുന്നവൻ, യത്തഹിദു മഹല്ലു തശഹുദിഹിൽ അവ്വലി വ ഖിയാമിഹി, ഒരാൾ 4 റക്അത്ത് ഇരുന്ന് നിസ്കരിക്കുകയാണ്. ഒന്നാമത്തെ അത്തഹിയാത്ത് കഴിഞ്ഞ ശേഷം 3-ാം റക്അത്തിലേക്ക് അവൻ ഖായിമാകുന്നു. പക്ഷേ ഇരുന്നാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ അത്തഹിയാത്തിന്റെ മഹല്ല് കഴിഞ്ഞിട്ട് അവൻ അവിടെ തന്നെ വീണ്ടും ഇരിക്കുകയാണല്ലോ. അവിടെ ഖിയാമും ഒന്നാമത്തെ അത്തഹിയാത്തിന്റെയും മഹല്ല് ഒന്നാകുന്നുണ്ടല്ലോ. അതേസമയം വയതമയ്യസാനി, അത് രണ്ടും രണ്ടായി തിരിയുന്നത്, വേർതിരിയുന്നത് ബിദിക്രിഹിമ, അത് രണ്ടിലുള്ള ദിക്ർ കൊണ്ടാണ്. ഒന്നാമത്തെ അത്തഹിയാത്തിന്റെ മഹല്ലിൽ അത്തഹിയാത്താണ് ഓതുന്നത്, അതേസമയം അത് കഴിഞ്ഞ ശേഷം വരുന്ന നൃത്തത്തിൽ ഫാത്തിഹയാണ് ഓതുന്നത്. ഈ ദിക്ർ കൊണ്ടാണ് അവ തമ്മിൽ വേർതിരിയുന്നത് എന്നതുപോലെ ഇവിടെയും കാഴ്ചക്ക് ഒരുപോലെയാണെങ്കിലും ലക്ഷ്യത്തിൽ മനസ്സുകൊണ്ടുള്ള വിചാരത്തിൽ വ്യത്യാസപ്പെട്ടാൽ മതി. അപ്പോൾ അവിടെ ഒരു ഫർക്ക് പറയാം. ഈ അത്തഹിയാത്തും അതിന്റെ ശേഷമുള്ള നൃത്തവും എന്ന് പറഞ്ഞത് ഒരു സുന്നത്തും ഫർളുമാണ്. നമ്മൾ ഈ പറയുന്നത് ഖിയാമും റുക്കൂവാണ്, അത് രണ്ടും ഫർളാണ് എന്ന ഒരു ഫർക്ക് പറയാം. പക്ഷേ ആ ഫർക്കിൽ കൊണ്ട് കാര്യമില്ല എന്നാണ് ഇനി പറയുന്നത്. വ കൗനു മാഹുന സുന്നത്തം വർക്കനൻ, ഇരുന്നു കൊണ്ട് സുന്നത്ത് നിസ്കരിക്കുന്നവന്റെ അത്തഹിയാത്തും ആ അത്തഹിയാത്ത് കഴിഞ്ഞിട്ടുള്ള ഖിയാമും എന്ന് പറഞ്ഞോടത്ത് സുന്നത്തം റുക്കനൻ, അത് സുന്നത്തും റുക്കുനുമാണ്. ഒന്നാമത്തെ അത്തഹിയാത്ത് സുന്നത്തും അതിനുശേഷമുള്ള ഖിയാമു റുക്കുനുമാണ്. അതേസമയം വമാഹുനാക്ക, അവിടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മസ്അലയിൽ ഹുവിയിൽ ഫാത്തിഹ ഓതി പിന്നെ അവിടെ തന്നെ റുക്കൂമാക്കുമ്പോൾ അവിടെ റുക്കുനുമാണ് എന്ന സംഗതി, അങ്ങനെ രണ്ടും രണ്ടാണെന്ന് ഫർക്ക് പറയൽ ലൈസ ലഹു കബീറു തഅ്സീരിൻ, അതുകൊണ്ട് വലിയൊരു പ്രയോജനമൊന്നുമില്ല ഫിൽ ഫർക്ക് സ്ഥാപിക്കുന്നതിൽ. അതുകൊണ്ട് ആ ഫർക്കായി പരിഗണിക്കേണ്ടതില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഹുവിയിൽ ഫാത്തിഹ ഓതി പിന്നെ റുക്കൂവിന് വേണ്ടി കുറച്ചുകൂടി കുനിയണം എന്നതൊരു അഭിപ്രായം. അതല്ല, കുനിയേണ്ടതില്ല, അവിടെ തന്നെ നിന്നാ മതി, റുക്കൂവിന്റെ ലക്ഷ്യത്തോടുകൂടെ തുമഇനീനത്ത് കുറച്ച് കൂട്ടിയാൽ മതി എന്ന് രണ്ടാമത്തെ അഭിപ്രായം. ഈ രണ്ടഭിപ്രായത്തിൽ നിന്ന് മുസന്നിഫ് പറയുന്നു, ഷാരിഹ് പറയുന്നു, സുമ്മ റഅയ്തു ബഅലഹും,
ചില ഫുഖഹാഇനെ ഞാൻ കണ്ടു ബഹസൽ അവ്വല ആദ്യം പറഞ്ഞ അഭിപ്രായത്തെ, അതായത് കൂടുതൽ കുനിയണം എന്ന അഭിപ്രായത്തെ അവർ ബഹ്സ് ചെയ്തതായി നാം കണ്ടു. വ അഖദഹു ആ ബഅദ് ആ പണ്ഡിതന്മാർ അവരുടെ ആ ഒന്നാമത്തെ അഭിപ്രായത്തെ അവർ അഖദ് ചെയ്തത് മീൻ ഖൗലിഹിം ഫുഖഹാഇന്റെ ഖൗലിൽ നിന്നാണ്. എന്താണ് ഖൗല്? അന്നല്ലിത്തിയാന ബിത്തഹറുമി ഫി ഹാലിർ റുകൂഇ മുനാഫിൽ ലിൽ ഫർളി. റുകൂഇന്റെ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ ഐ സൂറത്തിഹി, റുകൂഇന്റെ രൂപത്തിൽ ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരൽ മുനാഫിൽ ലിൽ ഫർളി, അത് ഫർളിനോടെതിരാണ്. ഫർള് നിസ്കാരത്തിലാണെങ്കിൽ അത് പ്രശ്നമാണ്. റുകൂഇന്റെ ഹാലത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്താൽ പോരാ. ലാലിൻ നഫ്ലി, സുന്നത്തിനോട് അതെതിരല്ല. സുന്നത്ത് നിസ്കരിക്കുന്നവന് അങ്ങനെ ചെയ്യാം. റുകൂഇന്റെ ഹാലത്തിലും തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യാം എന്ന് പറഞ്ഞു. ആ ഖൗലിൽ നിന്ന് ആണ് അവർ അഖദ് ചെയ്തത്. ഫൈദാ ജാസ, അഖദിന്റെ രൂപമാണ് പറയുന്നത്. ഫൈദാ ജാസ തഹറുമുഹു ഫിർ റുകൂഇ, ഒരാൾക്ക് റുകൂ ചെയ്യുന്ന സന്ദർഭത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ജായിസ് ആണെങ്കിൽ, അഥവാ സുന്നത്ത് നിസ്കാരത്തിൽ ജായിസ് ആണെങ്കിൽ, ഫഖിറാഅതുഹു കദാലിക, അവന്റെ ഓത്തും അപ്രകാരം തന്നെയാണ്. ഓത്തും റുകൂവിന്റെ ഹാലത്തിൽ, റുകൂവിന്റെ രൂപത്തിൽ മതിയാകുന്നതാണ്. ലാക്കിൻ പക്ഷേ യംബഗി അത്യാവശ്യമാണ്, അനിവാര്യമാണ്, തഖീദുഹു ഈ പറഞ്ഞ അവലായ ആ മസ്അലയെ കൈദ് കൊടുക്കൽ അനിവാര്യമാണ്. ബിമാ ദക്കർതുഹു, നാം പറഞ്ഞതുകൊണ്ട്, നാം പറഞ്ഞല്ലോ യംബഗി അന്നഹു ലാ യുസ്സബു റുകൂഉഹു ഇല്ലാ ബിസിയാദത്തിൻ ഹിനാഇൻ ലഹു, ഫാത്തിഹ ഓതിയ കഴിഞ്ഞ ശേഷം കുറച്ച് കൂടുതൽ കുനിയണം, എന്നാലേ റുക്കൂആയി പരിഗണിക്കപ്പെടുകയുള്ളൂ എന്ന് ആ ഖൈദ് അവിടെ നാം മനസ്സിലാക്കേണ്ടതാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.